ഒരു ചെറിയ ബഡ്ജറ്റിൽ 7 സീറ്റ് വണ്ടി തന്നാലോ? അത് മോഡലുള്ള ലോ കിലോമീറ്റർ ആയ സിംഗിൾ ഓണർഷിപ്പുള്ള ഒരു വാഹനം. നിലവിൽ മേജർ കംപ്ലൈൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു വാഹനം, ഫുൾ ഓപ്ഷൻ വാഹനം. അത് ഏതാ വണ്ടി എന്ന് പറയുന്നത്? അതാണ് റെനോൾട്ടിൻ്റെ ട്രൈബർ. 2019 മോഡലാണ്, ഒറ്റ ഓണർഷിപ്പാണ്, ഇതുവരെ ഉള്ള ഫുൾ കമ്പനി സർവീസാണ്. 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. RX എന്നുള്ള ഓപ്ഷനാണ്, ഫുൾ ഓപ്ഷനാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ അതിന് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ പ്രൊജക്റ്റ് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, പിന്നെ അലൈവിൽ വരുന്നുണ്ട്. അലൈവിൽ ടയറിലേക്ക് നോക്കുന്നതിന് ഏകദേശം ഒരു 4 ടയറും 80% ടയർ വരുന്നുണ്ട്. പിന്നെ മിറർ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ കീലെസ് എൻട്രി ആണ് വെച്ചാൽ നമ്മൾ കീ ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോ അൺലോക്ക് ആവും. നമ്മൾ കീ ആയിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ലോക്കോ അങ്ങനെ സിസ്റ്റമാണ്. നമ്മൾ ബട്ടനോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഈ ഡോർ ലോക്ക് ജസ്റ്റ് തുറന്നാൽ ഓട്ടോമാറ്റിക് ഓപ്പൺ ആവും. പിന്നെ ഇതിന് ഇന്റീരിയറിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രോണിക് മിറർ, ഡുവൽ എയർ ബാഗ്, ടച്ച് സ്റ്റീരിയോ. പിന്നെ 7 സീറ്റ് ആയതുകൊണ്ട് തന്നെ ബാക്കിലും AC വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീനിലാണ് വണ്ടീൻ്റെ ഇന്റീരിയറിലേക്ക് എടുക്കുന്നത്. 4 ഡോർമൽ സ്പീക്കർ കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല ഫ്രഷിൽ. ചില ആ സീറ്റുമത്തെ ചില കവറ് വരെ, ആ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് വരെ ഊരിയിട്ടില്ല, അങ്ങനെ വേണം പറയാം. അത്രയും ക്ലീന് കിടക്കുന്ന ഒരു വാഹനമാണ്. പിന്നെ ബോഡിയിലേക്ക് നോക്കുന്നതിന് മേജർ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഇതിന് പ്രത്യേകത മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാൻ പറ്റിയൊരു വാഹനമാണ്. ഏകദേശം ഒരു 75 രൂപ 50 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. ഇത് ആസ്കിൻ്റെ പ്രൈസ് പറഞ്ഞാൽ 5.5 ലക്ഷം രൂപയാണ്. അതിൽ നമ്മൾ മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാൻ, നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും. മോഡലുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റും കുറവാകും. പിന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ വൈഫർ വരുന്നുണ്ട്. 7 സീറ്റ് വണ്ടി ആയതുകൊണ്ട് ഡിക്കി സ്പേസിൻ്റെ കാര്യം, ഡിക്കി സ്പേസ് 7 സീറ്റ് വണ്ടികൾക്ക് പൊതുവേ എല്ലാ വണ്ടികൾക്കും കുറവാണ്. ഇനിയിപ്പോൾ ഏത് വണ്ടി, എർട്ടിക്ക അതുപോലെ തന്നെ ഇന്നോവ, ആ ഒരു റേഞ്ചിലുള്ള വണ്ടികൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും കുറവാണ് വരുന്നത്. ബാക്ക് സീറ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, കവർ വരെ പൊട്ടിച്ചില്ല. അത്രയും ഫിനിഷിൽ കിടക്കുന്ന ഒരു വാഹനം. ഇത് എടുക്കണ ഒരാൾക്ക് അവർക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് വർക്കായിട്ട് ഒന്നും ചെയ്യാനില്ല, മെയിൻ്റനൻസ് ഒന്നും വെച്ചാൽ ഒരു ബുഷ് മാറ്റാനോ ഒന്നും ചെയ്യാനില്ല, ഷോറൂം കണ്ടീഷനിൽ കിടക്കുന്ന ഒരു വാഹനം. ഇത് എടുക്കുക, നേരെ ഓടുക, അത് മാത്രമേ അവർക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇതിന് പെട്ടെന്ന് വിളിച്ചോളി, കൊണ്ടേക്കോളി. താങ്ക് യു. God that I chose her, and I pray to God that